സൃഷ്ടാവിനോടുള്ള സൃഷ്ടിയുടെ വിധേയത്വ പ്രതിസ്പന്ദനമാണ്. പ്രപഞ്ചം മുഴുവൻ ദൈവത്തെ ആരാധിക്കുന്ന ഈ സന്ദർഭത്തിൽ നമുക്കും അതിൽ പങ്കുചേരാം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം നൽകും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ജീവനുള്ള പിതാവേ, കഴിഞ്ഞ ആഴ്ചക്കാലം മൊത്തം ഞങ്ങളെ കാത്തുവാഴ്ച ആ കൃപയ്ക്കായി എനിക്ക് സ്തോത്രം ചെയ്ത് നന്ദി പറയുന്ന കർത്താവേ, പുതിയൊരാഴ്ചക്കാലം ഞങ്ങളുടെ അല്ലെങ്കിൽ കടന്നു വരുവാൻ സഹായിച്ച ആ കൃപയ്ക്കായി എനിക്ക് സ്തോത്രം ചെയ്ത് നന്ദി പറയുന്നു. ഇന്ന് ഈ വചനങ്ങളായ ഞങ്ങളുടെ അലത്തിൽ ഞങ്ങൾ കടന്നു വരുവാൻ സഹായിച്ചതിനായി സ്തോത്രം ചെയ്ത് നന്ദി പറയുന്ന കർത്താവേ, ഇന്ന് അവിടെ അലത്തിൽ നേതൃത്വം നൽകുന്ന എല്ലാ മക്കളെയും അവരുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, എല്ലാവരും അവരുടെ ഭാഗം മനോഹരമായി ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണേ കർത്താവേ. കടന്നു വരാൻ പറ്റാതെ പോയി എല്ലാവരും അവരുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, എല്ലാവരും എത്രയും പെട്ടെന്ന് കൂടി ചേർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളെല്ലാവരും അവരുടെ കരങ്ങളിലേക്ക് ദുരന്തത്തിൽ നിന്ന് ഞങ്ങൾ ഓരോ ദിവസം കാക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന നന്ദി പറയുന്ന കർത്താവേ, ഞങ്ങളുടെ ഈ രാജ്യം അനുഭവിക്കുന്ന കഷ്ടതയിൽ അങ്ങനെ വെള്ളത്തിൽ വരുവാൻ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്ന നന്ദി പറയുന്നു. ഒരു വർഷം കൂടി ഞങ്ങൾ യുവജനങ്ങളെ ആലോചിക്കുവാൻ ഞങ്ങൾക്ക് സഹായിച്ച ആ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്ന നന്ദി പറയുന്ന കർത്താവേ, എല്ലാവരും ഞങ്ങൾ കൂടി വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരും കൂടിയാണ് കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ജീവനുള്ള തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കായി സ്തോത്രം യേശുക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമമഹത്വത്തിനും സ്തുതിക്കുമായി ജ്ഞാനകീർത്തനങ്ങളിൽ 31 പാട്ടുപാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ജ്ഞാനകീർത്തനം 31.
അനുതാപം. അനുതാപത്തിലൂടെ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാം. വാക്കുകളേക്കാൾ ധ്യാനം അനുതാപത്തിലോട് നമുക്ക് നയിക്കും. നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും എന്നാണ് ദൈവവചനത്തിൽ പറയുന്നത്. അതിനാൽ അനുതാപ ഹൃദയത്തോടെ തിരുസന്നിധിയിലേക്ക് ഹൃദയങ്ങളെ പകരാം. അനുതാപ പ്രാർത്ഥനയ്ക്കായി നമുക്ക് മുട്ടുകളെ മടക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചെല്ലാം. ആത്മീയ മൂല്യങ്ങളെ ത്യജിച്ച് ലോകസുഖങ്ങളെ ആർജിക്കുവാനുള്ള പ്രയാണത്തിൽ ദൈവത്തെയും പ്രകൃതിയെയും സഹജയെയും നമ്പരുകൾക്ക് ഞങ്ങൾ കരുതവയ്ക്കുന്നു. ബലാത്മകമായ കെട്ടുകാഴ്ചകളെയും അശുദ്ധമായ ചിന്തകളും കാരണം ക്രിസ്തീയ വിശുദ്ധിയിൽ നിന്ന് അകന്നു പോയ കുറവുകൾ ഞങ്ങളോട് പറയണമേ. കാര്യസംബന്ധമായും ഇന്ത്യമായ പ്രവൃത്തികളും അസത്യങ്ങളുടെ വഴിയും തിരഞ്ഞെടുത്ത് ഞങ്ങളുടെ ജീവിതം കളങ്കപ്പെടുത്തിയെന്ന് ഞങ്ങളോട് ക്ഷമിക്കണമേ. അനുതാപ ഹൃദയത്തോടെ ദൈവത്തോട് അടുത്തു വന്ന നമ്മോട് ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തെളിക്കും, നിങ്ങൾ നിർമ്മലരായിത്തീരും. നിങ്ങൾ നിർമ്മലരായിത്തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. പരമാർത്ഥ ഹൃദയത്തോടെ അനുദപിച്ച നമ്മെ മനസ്സരിവുള്ള ദൈവം നിർമ്മല ജലം തെളിച്ച് പാപവിമോചകരാക്കി. ദൈവവചന ശുശ്രൂഷയ്ക്കായി നമുക്കൊരുങ്ങാം. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. ഇപ്പോൾ വേദഭാഗങ്ങൾ വായിക്കുന്നതാണ് ഒന്നാം പാഠം. ഇന്നത്തെ വിശുദ്ധ ദിവസത്തിൽ വായിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം വേദപാഠം ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം 37 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ. Today's lesson is taken from the book of Genesis, chapter 41, verses 37 to 43. ഈ വാക്ക് ഫറവോനും അവന്റെ സകല ഭൃത്യന്മാർക്കും ബോധിച്ചു. ഫറവോൻ തന്റെ ഭൃത്യന്മാരോട്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു. പിന്നെ ഫറവോൻ യോസേഫിനോട്, ദൈവം ഇതൊക്കെയും നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നെ പോലെ വിവേകവും ജ്ഞാനവും ഉള്ളവൻ ഒരുത്തനുമില്ല. നീ എന്റെ ഗൃഹത്തിന് മേലധികാരിയാകുന്നു. നിന്റെ വാക്ക് എന്റെ ജനമെല്ലാം അനുസരിച്ച് നടക്കും. സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും എന്ന് പറഞ്ഞു. ഇതാ, മിസ്രയീം ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ മേലധികാരിയാക്കിയിരിക്കുന്നു എന്നും ഫറവോൻ യോസേഫിനോട് പറഞ്ഞു. ഫറവോൻ തന്റെ കയ്യിൽ നിന്ന് മുദ്രാമോതിരം ഊരി യോസേഫിന്റെ കൈക്കിട്ടു. അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു. ഒരു സ്വർണ്ണ സരപ്പളിയും അവന്റെ കഴുത്തിലിട്ടു. തന്റെ രണ്ടാം രഥത്തിൽ അവനെ കയറ്റി. മുട്ടുകുത്തുവിൻ എന്ന് അവന്റെ മുൻപിൽ വിളിച്ചു പറയിച്ചു. ഇങ്ങനെ അവനെ മിസ്രയീം ദേശത്തിനൊക്കെയും മേലധികാരിയാക്കി. ഇവിടെ വേദഭാഗം വായിച്ച് അവസാനിച്ചിരിക്കുന്നു. ദൈവമേ, നിനക്ക് സ്തോത്രം ഉണ്ടാകട്ടെ. സങ്കീർത്തനം. സങ്കീർത്തനങ്ങൾ 111. സങ്കീർത്തനങ്ങൾ 111 വായിക്കുമായി വായിക്കാം. യഹോവസ്തുതിപ്പിൻ, അവൻ ന്യായബോധത്തോടെ സംഘത്തിനും സഭകളും പൂർണ്ണ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യും. അവന്റെ പ്രവൃത്തി മഹത്വം തേജസ്സും ഉള്ളത്. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. തന്റെ അത്ഭുതങ്ങൾക്ക് ഒരു ജ്ഞാപകം ഉണ്ടാക്കിയിരിക്കുന്നു. യഹോവ കൃപയും കരുണയും ഉള്ളവൻ തന്നെ. തന്റെ ഭക്തന്മാർക്ക് അവൻ ആഹാരം കൊടുക്കുന്നു. അവൻ തന്റെ നിയമത്തെ എന്നേക്കും ഓർക്കുന്നു. ജാതികളുടെ അവകാശം ജനത്തിന് കൊടുത്ത ദൈവം തന്റെ പ്രവൃത്തികളുടെ ശക്തി അവർക്ക് പ്രസിദ്ധമാക്കിയിരിക്കുന്നു. അവന്റെ കൈകളുടെ പ്രവൃത്തികൾ സത്യം ന്യായമാകുന്നു. അവന്റെ പ്രമാണികളെല്ലാം വിശ്വാസം തന്നെ. അവൻ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. അവ വിശ്വസ്തയോട് നേരോടും കൂടെ അനുഷ്ഠിക്കപ്പെടുന്നു. അവൻ തന്റെ ജനത്തിന് വീണ്ടെടുപ്പ് അയച്ചു. തന്റെ നിയമത്തെ എന്നേക്കുമായി കൽപ്പിച്ചിരിക്കുന്നു. അവന്റെ നാമം വിശുദ്ധം ഭയങ്കരമാകുന്നു. യഹോവ ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. അവന്റെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു. ഇതാണ് പുത്രന്റെ പരിശുദ്ധാത്മാവിനെ ഉണ്ടാകട്ടെ. രണ്ടാം പാഠം.
നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 3 വേഴ്സസ് 1 to 16. ഫിലിപ്പിയർ 3-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ, കർത്താവിൽ സന്തോഷിപ്പിൻ. അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല. നിങ്ങൾക്ക് അത് ഉറപ്പുമാകുന്നു. നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആഘാത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ. നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തു യേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. പക്ഷേ എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്. മറ്റാർക്കാലും ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ എനിക്ക് അധികം. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്നും ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്ദ്യൻ. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്നെണ്ണുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിനുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളെയും കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണം എന്ന് വെച്ചും ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്നെണ്ണുന്നു. ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തു യേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേയുള്ളൂ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. നമ്മിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളുക. വല്ലതിലും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കാം. ഇവിടെ വേദഭാഗം വായിച്ചവസാനിക്കുന്നു. ദൈവമേ, അങ്ങേക്ക് സ്തോത്രമുണ്ടാകട്ടെ. വചന ശുശ്രൂഷയ്ക്ക് മുൻപായി ക്രിസ്തീയ ഗീതം 426 നമുക്ക് ചേർന്ന് പാടാം. ഈ പാട്ടിന് ശേഷം മിസ് ടിജ തോമസ് വചന ശുശ്രൂഷ നിർവഹിക്കുന്നതാണ്. ക്രിസ്തീയ ഗീതം 426. Yo
സ്വർഗത്തിലെ നല്ല പിതാവേ കർത്താവേ, ഈ അതിരാവിലെ സമയത്ത് ഞങ്ങൾ നിന്റെ സന്നിധിയിലായിരിക്കുന്നല്ലോ കർത്താവേ. കർത്താവ് നിന്റെ വചനം ധ്യാനിക്കുമ്പോൾ അത് സംസാരിക്കുന്ന അടിയനെ ബലപ്പെടുത്തേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ വചനം ശ്രവിക്കുന്ന നിന്റെ ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ കർത്താവേ. എൻ്റെ ഭാര്യയും എൻ്റെ വീണ്ടെടുക്കുവാനുമായ പോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യുവജന ഞായറായി നാം ആചരിക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റി ഓഫ് യൂത്ത് ഇൻ ദ കണ്ടംപററി വേൾഡ്. സമകാലിക യുഗത്തിൽ യുവതയുടെ ആത്മീകത എന്നുള്ളതാണ്. ഇതിനെ ആസ്പദമാക്കി ചുരുക്കം ചില കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതകാലത്തെ നാം നോക്കുകയാണെങ്കിൽ 5 സ്റ്റേജസ് അല്ലെങ്കിൽ 5 കാലഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. ശൈശവ പ്രായത്തിലും ബാല്യത്തിലും നമ്മൾ ഓരോരുത്തരും നമ്മുടെ മാതാപിതാക്കളുടെ നിയന്ത്രണത്തിന് കീഴിലായിരിക്കും. കൗമാര പ്രായത്തിൽ നാം എത്തിച്ചേരുമ്പോൾ നമ്മുടേതായ ചില ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ഉണ്ട് എങ്കിലും ഒരു പരിധിവരെ മറ്റു വ്യക്തികളുടെ, നമ്മുടെ മാതാപിതാക്കളുടെ, അധ്യാപകരുടെ, സഹോദരങ്ങളുടെ നിയന്ത്രണത്തിന് കീഴിലായിരിക്കും. എന്നാൽ യൗവനകാലത്ത് നമ്മൾ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുകയും നമ്മുടേതായ ഇഷ്ടാനിഷ്ടങ്ങളുടെ അകത്ത് ഇടപെടുവാൻ നാം ആരെയും അനുവദിക്കാറില്ല. വാർദ്ധക്യകാലങ്ങളിൽ മറ്റുള്ളവരാൽ കരുതപ്പെടുന്ന ഒരു സമയം, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു ടൈമാണ്. മനുഷ്യ ജീവിതത്തിലെ ഈ 5 കാലഘട്ടങ്ങളിൽ വെച്ച് ഏറ്റവും ചാലഞ്ചിങ് പീരീഡ് അല്ലെങ്കിൽ ഏറ്റവും വെല്ലുവിളികൾ നേരിടുന്ന സമയം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയുവാൻ സാധിക്കും യൂത്ത് അല്ലെങ്കിൽ യൗവനം എന്നുള്ളതാണ്. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന വളരെ മനോഹരമായ സമയമാണ് യൗവനം. വളരെ ഉത്സാഹവും ഊർജവുമുള്ള ഒരു ടൈം. സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കുവാനും അത് നിറവേറ്റുവാനും കഴിയുന്ന ഒരു സമയം. ഈ ഒരു സമയം വളരെ മനോഹരമായ രീതിയിൽ ഉപയോഗിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനും നേടിയെടുക്കുവാനും സാധിക്കും. നോർമലായി ചിന്തിക്കുകയാണെങ്കിൽ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തം കാലം നിൽക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയും ഒരു നല്ല ജോലി, നല്ല സാമ്പത്തികം, നല്ലൊരു കുടുംബം, ഇങ്ങനെ പല പല ആഗ്രഹങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം. നമ്മുടേതായ ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ വ്യക്തിത്വം നാം കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ടൈമാണ് യൗവനം എന്നുള്ളത്. പക്ഷെ ഇതിന് മറ്റൊരു സൈഡ് നാം ചിന്തിക്കുകയാണെങ്കിൽ ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ പാപത്തിൽ അകപ്പെട്ടു പോകുവാൻ സാധ്യതയുള്ള ഒരു സമയമാണ് യൗവനം. ഇന്നത്തെ യുവതി യുവാക്കൾ ഈ ലോകത്തിന്റെ മോഹങ്ങളിൽപ്പെട്ട് തങ്ങളുടെ ദൈവദത്തമായ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തിന്റെ ഏതൊക്കെ മ്ലേച്ഛതകളുണ്ടോ അതിലോട്ടൊക്കെ തിരിഞ്ഞ് തങ്ങളെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നാം ജീവിക്കുന്നത് ഒരു ഹൈടെക് യുഗത്തിലാണ്. നമുക്ക് ലോകപ്രകാരം എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. പുതിയ പുതിയ ടെക്നോളജി വരുന്തോറും നമ്മൾ അതിന്റെ പുറകെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ്, കൂട്ടുകാരുടെ സമ്മർദ്ദം, ഇവയെല്ലാം ഈ യുവതലമുറയെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. ഇന്നത്തെ യുവതലമുറ മദ്യത്തിനും മയക്കുമരുന്നിനും പുകവലിക്കും ഇങ്ങനെ ഈ ലോകത്തിന്റെ മോഹങ്ങൾക്കൊക്കെ അടിമയായി ജീവിതം താൽക്കാലിക ഭ്രമങ്ങളിൽപ്പെട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാലയളവിലാണ് സമകാലിക ലോകത്തിൽ യുവതയുടെ ആത്മീയത എന്ന വിഷയത്തിന് ഏറെ പ്രസക്തിയുള്ളത്. യൗവനകാലത്തെക്കുറിച്ച് ദൈവവചനം എന്തു പറയുന്നുവെന്ന് നമുക്ക് ചിന്തിക്കാം. യൗവനം എന്നുള്ളത് വളരെ അപകടവും വെല്ലുവിളികളും നിറഞ്ഞതാണെന്ന് ദൈവവചനത്തിൽ നാം കാണുന്നു. ഉൽപ്പത്തി 8:21 നാം മോശ പറയുന്നു, മനുഷ്യന്റെ നിരൂപണമൊക്കെയും ബാല്യം മുതൽ ദോഷമുള്ളതാകുന്നുവെന്ന്. 2 തിമോത്തിയോസ് 2:22 പൗലോസ് തിമോത്തിയോസിനെ ഉത്ബോധിപ്പിക്കുന്നതായിട്ട് കാണുന്നു, യൗവനം മോഹങ്ങളെ വിട്ടോടാൻ.
എന്നതിനെ ആശ്രയിച്ചാണ്. അതുകൊണ്ട് നമ്മുടെ യൗവനകാലത്ത് ദൈവം ദാനമായി തന്ന ആ വർഷങ്ങൾ വളരെ ഗൗരവത്തോടെ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ജീവിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഒരു ലക്ഷ്യബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ സഭാപ്രസംഗി 12:1 ഇപ്രകാരം പറയുന്നു: യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ഇവിടെ ഓർത്തുകൊള്ളുക എന്ന് പറയുമ്പോൾ തീർച്ചയായും നാം മറന്നുപോകാൻ സാധ്യതയുണ്ട് എന്നാണ് അർത്ഥം. പ്രിയ ദൈവമക്കളെ, ഒരു നിമിഷം നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു, ദൈവത്തെ നമ്മൾ ഓർക്കാറുണ്ടോ? ഇന്നത്തെ യുവതലമുറ അവരുടെ സമയത്തിന്റെ ഏറിയ പങ്കും ജോലി സ്ഥലങ്ങളിൽ ചെലവഴിക്കുന്നു. എന്നതിനാൽ ആത്മീയമായി ചിന്തിക്കാനും ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കാനും ശ്രമിക്കാറില്ല. യുവജനങ്ങളായ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു, നമ്മുടെ എല്ലാ ലൗകിക കാര്യങ്ങൾക്കും സമയം ചെലവഴിക്കുന്നതിനോടൊപ്പമോ അതിൽ കൂടുതൽ സമയമോ നമ്മൾ ദൈവസന്നിധിയിൽ ചിലവഴിക്കാറുണ്ടോ എന്ന്. പലപ്പോഴും നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് ആവശ്യത്തിനുള്ള ആരോഗ്യമുണ്ട്, പണമുണ്ട്, നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും നേടാനുള്ള ഇച്ഛാശക്തിയുണ്ട്. പക്ഷേ പ്രിയ ദൈവമക്കളെ, നമ്മൾ അനുഭവിക്കുന്ന ഓരോ നന്മകളും കൃപകളും ദൈവത്തിന്റെ ദാനമാണെന്ന് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ഞാൻ ഇന്നിവിടം വരെ ആയിരിക്കുന്നത് ദൈവത്തിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. ആ ഒരു ബോധ്യം നമ്മൾ ഓരോരുത്തരിലും ഉണ്ടായിരിക്കണം. സഭാപ്രസംഗി 11:9 കാണുന്നു: യൗവനക്കാര, നിന്റെ യൗവനത്തിൽ സന്തോഷിക്കാം. യൗവനകാലത്തിൽ നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ. നിനക്ക് ഇഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ചവണ്ണവും നടന്നുകൊള്ളുക. എന്നാൽ ഇവയൊക്കെയും നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമെന്നറിയുക. ഇവിടെ സഭാപ്രസംഗി പറയുന്നു, നിനക്ക് ഇഷ്ടമുള്ള വഴികളിൽ നടന്നുകൊള്ളുക, എങ്കിലും നിന്റെ ദൈവത്തെ ഓർത്തുകൊള്ളുക എന്ന്. നിന്നെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്. എൻ്റെ ഇന്നലകളും ഇന്നും നാളെയും അറിയുന്ന ദൈവമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. ആ വാക്യത്തിന്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കും, ഇവയൊക്കെയും നിമിത്തം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമെന്നറിയുക എന്ന്. ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം കഴിഞ്ഞ് നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കേണ്ടുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിൽ ദൈവം നമ്മെ ന്യായം വിധിക്കുമ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങൾക്കൊക്കെയും ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. പ്രിയ ദൈവമക്കളെ, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും, നമ്മൾ ചിന്തിക്കുന്ന ഓരോ കാര്യങ്ങളും, നമ്മൾ പറയുന്ന ഓരോ വാക്കിനും നമ്മൾ ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന വസ്തുത നമ്മൾ ആരും മറന്നു പോകരുത്. 1 തിമോഥെയോസ് 4:12 നാം കാണുന്നു: ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കണം. നമ്മുടെ വാക്കിലും നടപ്പിലും നോട്ടത്തിലും ചിന്തയിലും ഒക്കെയും നാം മാതൃകയായി ജീവിക്കണം. ഇന്ത്യ മഹാരാജ്യത്ത് നാം ജീവിക്കുമ്പോൾ ഇന്ത്യയുടേതായ നിയമവ്യവസ്ഥകൾക്ക് അനുസരിച്ച് വേണം നാം ജീവിക്കേണ്ടത്. ഒരു ദൈവപാലികൾ ഈ ലോകത്തിൽ ജീവിക്കേണ്ടതിന് ദൈവം പറഞ്ഞിരിക്കുന്ന നിയമവ്യവസ്ഥയാണ് ദൈവവചനം. അതിനനുസരിച്ച് മാത്രം വേണം നാം ഓരോരുത്തരും ജീവിക്കുവാനായിട്ട്. ദൈവരാജ്യ പ്രവർത്തനത്തിന് ഒരു അവിഭാജ്യ ഘടകമാണ് യുവജനങ്ങൾ എന്ന് പറയുന്നത്. യൂത്ത് is the most valuable component in the service of God. അനേകം യുവാക്കളെ വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ ദൈവം ഉപയോഗിച്ചതായിട്ട് നമുക്ക് ദൈവവചനത്തിൽ കാണുവാൻ സാധിക്കും. ഒന്നാമതായി യോസഫിന്റെ ജീവിതത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, പഴയ നിയമത്തിലെ ഏറ്റവും ശക്തമായ ഒരു വ്യക്തിയാണ് യോസഫ്. യാക്കോബിന്റെ ഇഷ്ടപുത്രനാണ് യോസഫ്. തന്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നുകയും അവനെ പൊട്ടക്കിണറ്റിലിടുകയും ചെയ്തു. ഒടുവിൽ സഹോദരന്മാർ അവനെ മിദ്യാന്യ കച്ചവടക്കാർക്ക് വിറ്റു. പിന്നീട് അവർ അവനെ ഫറവോന്റെ അകമ്പടി നായകനായ പൊത്തിഫറിന് വിറ്റു. അങ്ങനെ യോസഫ് മിസ്രൈമിൽ എത്തിച്ചേർന്നു. തുടർന്നുള്ള യോസഫിന്റെ ജീവിതത്തിൽ ഉൽപ്പത്തി 39-ാം അധ്യായത്തിൽ നാം കാണുന്നു, ഒരു പരീക്ഷണ ഘട്ടത്തിലൂടെ യോസഫ് കടന്നു പോകേണ്ടി വന്നു. പൊത്തിഫറിന്റെ ഭാര്യ അവനെ തെറ്റ് ചെയ്യുവാൻ പ്രേരിപ്പിച്ചു. എങ്കിലും യോസഫ് അതിനൊന്നും വഴങ്ങിയില്ല.
തുടർന്നുള്ള വാക്യങ്ങളിൽ 39 അധ്യായത്തിന്റെ തുടർന്നുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. യോസഫ് തന്റെ യജമാന്റെ ഭാര്യയോട് പറയുകയാണ്, എന്റെ യജമാനൻ എനിക്ക് സകലത്തിലും അധികാരം ഏൽപ്പിച്ചിരിക്കുമ്പോൾ ഞാൻ പാപം ചെയ്യുന്നത് എന്റെ യജമാനോടോ നിന്നോടോ അല്ല, എന്റെ ദൈവത്തോട് മഹാദോഷം പ്രവർത്തിച്ച് പാപം ചെയ്യുന്നത് എങ്ങനെയെന്ന്. ഒടുവിൽ പാപം ചെയ്യേണ്ട ഒരു അവസരം വന്നപ്പോൾ വസ്ത്രം വിട്ടിട്ട് ഓടിപ്പോയെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു സവിശേഷതയുണ്ട്. യോസഫ് വെറും 17 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്നപ്പോൾ തന്റെ ഭവനത്തിൽ നിന്നും ദേശത്തിൽ നിന്നും വേർപെട്ട് ഒരു അന്യനാട്ടിൽ പോകേണ്ടി വന്നു. അവന്റെ ജീവിതത്തിൽ പലവിധമായ പ്രയാസങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നപ്പോഴും അവൻ ദൈവത്തെ ഒരു നാളും ത്യജിച്ചു കളഞ്ഞില്ല. അവൻ ദൈവത്തിൽ വിശ്വസ്തനായി നിന്നു. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പാപം ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു ബോധ്യം ഉണ്ടാകണം, നാം ചെയ്യുന്നത് ദൈവത്തോടാണെന്നുള്ളത്. പാപത്തിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിനകത്തായി തീരുവാൻ ഇടവരുത്താതെ അതിനോട് നോ പറയുവാൻ, അതിനെ വിട്ട് ഓടിപ്പോകുവാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള വ്യക്തികളെ ദൈവം മാനിക്കും. പിന്നീടുള്ള അധ്യായങ്ങൾ നോക്കുമ്പോൾ കാണുവാൻ സാധിക്കും, ഫറവോൻ കണ്ട സ്വപ്നം യോസഫ് വ്യാഖ്യാനിച്ചതായിട്ട്. സ്വപ്നത്തിന്റെ അർത്ഥം മനസ്സിലാക്കുവാനുള്ള ജ്ഞാനം ദൈവം യോസഫിന് കൊടുത്തു. എന്തുകൊണ്ട്? അപ്പോസ്തലപ്രവൃത്തി 7:10 നാം വായിക്കുന്നു, ദൈവം യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു എന്ന്. സങ്കീർത്തനം 111:11 നാം വായിക്കുന്നു, യഹോവഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു, അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. അങ്ങനെ യോസഫിന്റെ ജീവിതം ഉടനീളം നാം നോക്കുമ്പോൾ അതികഠിനമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു. നീണ്ട 13 വർഷം യോസഫിന്റെ ജീവിതത്തിൽ കഷ്ടതയുടെ നാളുകളായിരുന്നു. എങ്കിലും അവന്റെ ആത്മാർത്ഥത, സത്യസന്ധത, ദൈവഭക്തി, വിശ്വസ്തത ഇവയെല്ലാം ദൈവപ്രസാദത്തിന് കാരണമായി തീരുകയും ദൈവം അവനെ അനുഗ്രഹിച്ച് തടവറയുടെ കൂരിരുട്ടിൽ നിന്നും ഒരു പ്രകാശത്തിലേക്ക്, ഒരു മന്ത്രി പദവിയിലേക്ക് എത്തിച്ചേരുവാനിടയാക്കി. ദൈവം ശക്തമായി ഉപയോഗിച്ച എല്ലാവരുടെയും ജീവിതത്തിലും പരീക്ഷയുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാ കഷ്ടതയുടെ നടുവിലും ഒരു നന്മയുണ്ട്. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്ന്. ലൂക്കോസ് 12:7 നാം വായിക്കുന്നു, നമ്മുടെ തലയിലെ മുടി പോലും എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന്. ഉൽപ്പത്തി 39 അധ്യായം 2 വാക്യത്തിൽ യഹോവ യോസഫിനോട് കൂടി ഉണ്ടായിരുന്നുകൊണ്ട് അവൻ കൃതാർത്ഥനായെന്ന്. The Lord was with him, so he became a successful man. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യം, ദൈവം നമ്മോട് കൂടെ ഉണ്ടോ? ഞായറാഴ്ച പള്ളിയിൽ വരുമ്പോൾ മാത്രമാണോ നാം ദൈവത്തെ ഓർക്കാറ്? അതോ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ദൈവത്തിന് ഒരു പ്രഥമ സ്ഥാനം നൽകിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും വിജയം കൈവരിക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കും. മത്തായി 6:33 നാം കാണുന്നു, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കുമെന്ന്. 1 കൊരിന്ത്യർ 2:9 നാം വായിക്കുന്നു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന്. ഉൽപ്പത്തി 39:3 യഹോവ യോസഫിനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിച്ചു എന്ന് കാണുന്നു. നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവം സാധിപ്പിച്ചു തരുമെന്ന് പ്രതീക്ഷിക്കരുത്. എല്ലാത്തിനും എസ് പറയുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. പക്ഷേ ദൈവഹിതത്തിനനുസരിച്ച് ദൈവത്തിന് വേണ്ടി നിലനിൽക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും അനുഗ്രഹമാക്കുകയും ചെയ്യും. യോഹന്നാൻ 14:23 എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യുമെന്ന്. പ്രിയ ദൈവമക്കളെ, ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ഓരോരുത്തരോടൊപ്പം വസിക്കാനാണ്. അതിന് നാം ദൈവത്തിന് ഇടം കൊടുത്തിട്ടുണ്ടോ? അതോ ഈ ലോകത്തിന്റെ മോഹങ്ങൾക്കാണോ നാം സ്ഥാനം കൊടുത്തിരിക്കുന്നത്? ഉൽപ്പത്തി 39:5 നാം വായിക്കുന്നു, യഹോവ യോസഫിന്റെ നിമിത്തം മിസ്രൈമ്യ വീടിനെ അനുഗ്രഹിച്ചു, വീട്ടിലും വയലിലും അവനുള്ള സകലത്തിലും യഹോവയുടെ അനുഗ്രഹം ഉണ്ടായിരുന്നു. യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു, അവൻ ചെയ്യുന്നതൊക്കെയും സഫലമാക്കിയെന്ന്.
മുൻപറഞ്ഞ വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവം യോസഫിനെ അനുഗ്രഹിച്ചപ്പോൾ അവന്റെ ആരോഗ്യം, സമ്പത്ത്, സമൃദ്ധി, വിജയം, അധികാരം എന്നിവ മാത്രമല്ല, ദൈവം യോസഫിനെ അനുഗ്രഹിച്ചതിനാൽ താൻ മുഖാന്തരം മറ്റുള്ളവരും അനുഗ്രഹിക്കപ്പെട്ടു. അങ്ങനെ യോസഫ് മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീർന്നു. യോസഫ് അനുഗ്രഹിക്കപ്പെട്ടതിനാൽ പൊത്തീഫറിന്റെ വീടും അനുഗ്രഹിക്കപ്പെട്ടു. ഫറവോന്റെ രാജ്യത്തെ രക്ഷിപ്പാൻ യോസഫിന് കഴിഞ്ഞു. ഇതുപോലെ അവനെ വഞ്ചിച്ച സഹോദരന്മാരെ ക്ഷാമകാലത്ത് രക്ഷിപ്പാൻ സാധിച്ചു. ദൈവം യോസഫിനെ അനുഗ്രഹിച്ചതിനാൽ അവന് ഉന്നത സ്ഥലങ്ങളിൽ ദൈവത്തിന്റെ സാക്ഷിയായി നിൽക്കുവാൻ സാധിച്ചു. പൊത്തീഫറിന്റെ മുൻപിൽ, കാരാഗ്രഹ പ്രമാണിയുടെ മുമ്പിൽ, ഫറവോന്റെ മുമ്പിലൊക്കെയും ദൈവത്തിനു വേണ്ടി നിലനിൽക്കുവാൻ സാധിച്ചു. അതുകൊണ്ട് നാമും ഓരോരുത്തരും ദൈവനാമം മഹത്വപ്പെടുവാൻ, ദൈവത്തെ സേവിക്കുന്നതിലും ആരാധിക്കുന്നതിലും ഉത്സാഹമുള്ളവരായിരിക്കണം. യോസഫിന്റെ ജീവിതം യുവതലമുറയ്ക്ക് ഒരു മാതൃകയാണ്. അതികഠിനമായ ശോധനകൾ തന്റെ ജീവിതത്തിൽ വന്നപ്പോഴും ദൈവത്തിനെതിരായിട്ട് ഒരു വാക്കുപോലും പറയാതെ ദൈവത്തിൽ വിശ്വസ്തനായിരുന്നു. രണ്ടാമതായി ശദ്രക്, മേശക്, അബേദ്നെഗോവിന്റെ കാര്യം ചിന്തിക്കുകയാണെങ്കിൽ, ദാനിയേൽ 3-ാം അധ്യായത്തിൽ ദൈവം അവരെ വിടുവിച്ചാലും ഇല്ലെങ്കിലും സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയില്ല എന്നും, എന്തു തന്നെ സംഭവിച്ചാലും നെബൂഖദ്നേസർ രാജാവിന്റെ സ്വർണ്ണബിംബത്തെ നമസ്കരിപ്പാൻ അവർ തയ്യാറായില്ല. അതിന്റെ ഭവിഷ്യത്ത് എന്തു തന്നെയായാലും അത് നേരിടാൻ അവർ ഒരുക്കമായിരുന്നു. കൂരിരുൾ താഴ്വരയുടെ അവസ്ഥയിലും അവർ ദൈവത്തിന്റെ വാഗ്ദത്തത്തിലും അനുസരണത്തിലും ഉറച്ചു നിന്നു. ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിലും ഒരു ടെസ്റ്റിംഗ് ഫേസ് അല്ലെങ്കിൽ ഒരു പരീക്ഷണ കാലഘട്ടമുണ്ട്. നാം ഇതുപോലെ പ്രതികൂലത്തിന്റെ തീച്ചൂളയിൽ കൂടെ കടന്നു പോയേക്കാം. അതിന്റെ നടുവിലും ഈ യുവാക്കളെ പോലെ ദൈവം എന്നെ വിടുവിച്ചാലും ഇല്ലെങ്കിലും ദൈവത്തെ സേവിക്കുമെന്ന് നമുക്ക് പറയുവാൻ കഴിയുന്നു. സങ്കീർത്തനം 23:4 നാം വായിക്കുന്നു, കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ എന്ന്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും കൂരിരുൾ താഴ്വരയുടെ ഒരു അവസ്ഥയുണ്ട്. അതിന് യാതൊരു സംശയവുമില്ല, അത് യാഥാർത്ഥ്യമാണ്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ കൂരിരുളിന്റെ അവസ്ഥയിൽ ദൈവകരം കണ്ടില്ലെന്ന് വിചാരിച്ച് ദൈവം കൈവിട്ടെന്ന് ധരിക്കല്ലേ. ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉടനെ മറുപടി ലഭിച്ചില്ലെന്ന് വരാം. എല്ലാം പ്രതികൂലമായേക്കാം. ആ ശോധനകളുടെ മധ്യേ കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ നിന്നാൽ, നമ്മളെ തന്നെ ഒന്ന് ദൈവത്തിന്റെ കരങ്ങളിൽ ബലമേൽപ്പിച്ചാൽ തക്ക സമയത്ത് ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്നത് കാണുവാൻ സാധിക്കും. മൂന്നാമതായി ദാനിയേലിന്റെ ജീവിതം ചിന്തിക്കുകയാണെങ്കിൽ, ദാനിയേൽ 1:8 നാം വായിക്കുന്നു, രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും തന്നെ താൻ അശുദ്ധമാക്കില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. 1 കൊരിന്ത്യർ 3:16-17 നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. അതുകൊണ്ട് ദാനിയേൽ തീരുമാനിച്ച പോലെ ദൈവം വസിക്കുന്ന മന്ദിരമാകുന്ന നാം ഈ ലോകത്തിന്റെ മോഹങ്ങളിൽപ്പെട്ട് നമ്മെ തന്നെ അശുദ്ധമാക്കില്ല എന്ന് ഓരോരുത്തരും തീരുമാനിക്കേണ്ടിയിരിക്കുന്നു. നാലാമതായി ദാവീദിന്റെ ജീവിതം നോക്കുകയാണെങ്കിൽ, ഇസ്രായേലിന്റെ വളരെ ശ്രേഷ്ഠനായ ഒരു രാജാവായിരുന്നു ദാവീദ്. ദാവീദിന് മുൻപും പിൻപും ഇസ്രായേലിൽ ഇങ്ങനൊരു രാജാവ് ഉണ്ടായിരുന്നില്ല. ദാവീദിന്റെ യൗവന പ്രായത്തിൽ തന്നെ ഇസ്രായേൽ രാജ്യത്തിനെതിരെയുള്ള വെല്ലുവിളി ഏറ്റെടുക്കുകയും തന്നെക്കാൾ വളരെ ഏറെ ശക്തനായ ഗോലിയാത്തിനെ വിജയകരമായി നേരിടുവാൻ സാധിച്ചു. ദാവീദിന് ദൈവമായിട്ട് ആഴമായ ഒരു ബന്ധമുണ്ടായിരുന്നു. ദാവീദ് തന്റെ ശക്തിയിലല്ല ആശ്രയിച്ചത്, ദാവീദിന്റെ ആശ്രയം ദൈവത്തിലായിരുന്നു. അതുകൊണ്ട് തന്റെ ശത്രുവിനെ വലുതായിട്ട് അവൻ കണ്ടില്ല. നമ്മുടെ ആശ്രയം ദൈവത്തിലായിരിക്കണം. നമ്മുടെ ശത്രുത്വം ആരോടാണ്? എഫേസ്യർ 6:12 നാം വായിക്കുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളെ ദുഷ്ടാത്മാ സേനയോടും അത്രേ. ദാവീദ് തന്റെ ജീവിതത്തിൽ ഒരു തെറ്റ് ചെയ്തതായി കാണുവാൻ സാധിക്കും. ഊരിയാവിന്റെ ഭാര്യയെ തന്റെ ഭാര്യയായി സ്വീകരിച്ചു. 2 ശമൂവേൽ 12:13 നാം വായിക്കുന്നു, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നുവെന്ന് ദാവീദ് ഏറ്റുപറയുന്നതായിട്ട്. ഇത്ര വലിയ രാജാവായിരുന്നിട്ടും ദൈവസന്നിധിയിൽ തന്റെ തെറ്റ് ഏറ്റുപറഞ്ഞ് സമ്മതിക്കുന്നു.
നമ്മുടെ ജീവിതത്തിലും പാപത്തിന്റെ അവസ്ഥ വന്നു പോയാൽ ദൈവസന്നിധിയിൽ നിരപ്പ് ചോദിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടായിരിക്കണം. അഞ്ചാമതായി യോശിയാവിന്റെ ജീവിതം നോക്കുകയാണെങ്കിൽ യോശിയാവ് വാഴ്ച തുടങ്ങിയത് 8-ാം വയസ്സിലായിരുന്നു. അവന്റെ യൗവനത്തിൽ തന്നെ അവൻ തന്റെ പിതാവായ ദാവീദിന്റെ ദൈവത്തെ അന്വേഷിച്ചു തുടങ്ങിയെന്ന് 2 ദിനവൃത്താന്തം 34:3 നാം കാണുന്നു. തുടർന്ന് യോശിയാവിന്റെ ജീവിതം നോക്കുമ്പോൾ കാണുവാൻ സാധിക്കും, ദേവാലയത്തിൽ അറ്റകുറ്റപ്പണികൾ ചെയ്യുവാൻ മുൻകൈ എടുക്കുകയും ആ സമയം മോശ മുഖാന്തരം ലഭിച്ച ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തി അതിലെ സത്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ യോശിയാവ് തന്റെ ദേശത്തുള്ള മ്ലേച്ഛതകളെയൊക്കെയും ഇസ്രായേലിലുള്ളവരെയൊക്കെയും ദൈവമായ യഹോവയെ സേവിപ്പാൻ സംഗതി വരുത്തിയെന്ന്. നാമും യോശിയാവിനെ പോലെ ചെറിയ പ്രായത്തിൽ തന്നെ ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തെ അനുസരിച്ച് നടക്കുകയും മറ്റുള്ളവരെ ദൈവത്തിലേക്ക് നേടുവാൻ ശ്രമിക്കുകയും വേണം. 6-ാമതായി എസ്തേറിന്റെ ജീവിതം നോക്കുകയാണെങ്കിൽ യഹൂദ ജനത്തെ രക്ഷിക്കുക എന്ന പദ്ധതി ദൈവത്തിന് എസ്തേറിന്മേലുണ്ടായിരുന്നു. ദൈവജനത്തിനു വേണ്ടി എസ്തേർ ഇരുവിൽ നിന്ന് പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എസ്തേർ രാജസന്നിധിയിലും ദൈവസന്നിധിയിലും പ്രീതിയുള്ളവളായിരുന്നു. അവളുടെ ജീവിത വിജയത്തിന്റെ അടിസ്ഥാനം തന്നെ ദൈവത്തിനുള്ള അടിയുറച്ച വിശ്വാസവും പ്രത്യാശയുമാണ്. തനിക്കും തന്റെ ജനത്തിനും വേണ്ടി ദൈവം കരുതുമെന്ന ഉറപ്പ് എസ്തേറിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. നാമും എസ്തേറിനെ പോലെ മറ്റുള്ളവർക്ക് വേണ്ടി ഇരുവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഇങ്ങനെ അനേകം വ്യക്തി ജീവിതങ്ങളെ ദൈവം എടുത്തുപയോഗിച്ചതായിട്ട് നമുക്ക് ദൈവവചനത്തിൽ കാണുവാൻ സാധിക്കും. യുവജനങ്ങളായ നമ്മെ ഏവരെയും ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നതിന് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അത് മനസ്സിലാക്കി തക്ക സമയത്ത് പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ യേശു കർത്താവിന്റെ ജീവിതം യുവതലമുറയ്ക്ക് ഒരു മാതൃകയാണ്. എങ്ങനെയാണ് യേശു ക്രിസ്തു നമുക്ക് മാതൃകയായിരിക്കുന്നതെന്ന് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് നോക്കാം. മത്തായി 4-ാം അധ്യായത്തിൽ യേശു പോലും പിശാചിനാൽ മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെട്ടതായിട്ട് കാണുവാൻ സാധിക്കുന്നു. യേശു പരീക്ഷണങ്ങളിൽ അകപ്പെട്ടപ്പോഴും ദൈവത്തിനുള്ള അഭേദ്യമായ ബന്ധം ഉണ്ടായിരുന്നത് കൊണ്ട് തനിക്ക് പിശാചിനോട് പോരാടുവാൻ സാധിച്ചു. 1 യോഹന്നാൻ 2:15-16 ലോകത്തെയും ലോകത്തിനുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനെ പിതാവിന്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രേ ആകുന്നെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. യുവജനങ്ങളായ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ ദൈവവുമായിട്ടുള്ള ഒരു അഭേദ്യമായ ബന്ധം അത്യാവശ്യമാണ്. മർക്കോസ് 1:35 നാം വായിക്കുന്നു, അതികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട ഒരു നിർജ്ജന സ്ഥലത്ത് എന്ന് പ്രാർത്ഥിച്ചു എന്ന്. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും ബ്രെയിനുമായി കണക്റ്റഡ് ആണ്. ബ്രെയിനായി കണക്ഷൻ നഷ്ടപ്പെട്ടു പോയാൽ അതിന് ജീവനില്ലാതെ ആകുന്നു. നാമും ക്രിസ്തുവിന്റെ ശരീരമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും എപ്പോഴും ദൈവവുമായിട്ടൊരു കണക്ഷൻ, ഒരു കൂട്ടായ്മ ഉണ്ടായിരിക്കണം. ഒരു പ്രാർത്ഥനാ ജീവിതം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. 3-ാമതായി യേശു ക്രിസ്തു തന്നെ ജീവിതകാലത്തിൽ താൻ ചെയ്ത എല്ലാ പ്രവൃത്തികളിലും പിതാവിന് മഹത്വം കൊടുത്തിരുന്നുവെന്ന് 1 കൊരിന്ത്യർ 10:31 നാം വായിക്കുന്നു, ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും എല്ലാം ദൈവത്തിന് മഹത്വത്തിനായി ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തികളൊക്കെയും ദൈവത്തിന് പ്രസാദവും മഹത്വവും കൊടുക്കുന്നതായിരിക്കണം. 4-ാമതായി യേശുക്രിസ്തു മറ്റുള്ളവരോട് ക്ഷമിപ്പാനുള്ള മാതൃക കാണിച്ചു തന്നു. ക്രൂശിൽ കിടന്നപ്പോഴും കർത്താവ് പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്ന എന്തെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന്. കർത്താവ് പഠിപ്പിച്ച മാതൃക പ്രാർത്ഥനയിലും കാണുന്നു, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന്. മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടായിരിക്കണം. 5-ാമതായി യേശുക്രിസ്തു തന്റെ ഇഹലോക ജീവിതത്തിൽ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടിരുന്നു. എഫേസ്യർ 6:1 നാം വായിക്കുന്നു, മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ എന്ന്. നാം നമ്മുടെ മാതാപിതാക്കളെ അനുസരിക്കുന്നവരായിരിക്കണം. 6-ാമതായി യേശുക്രിസ്തു പിതാവിന്റെ ഹിതത്തിനനുസരിച്ച് ജീവിച്ചു. ലൂക്കോസ് 22:42 നാം വായിക്കുന്നു, പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു.
നമ്മുടെ ജീവിതത്തിലെ ഓരോ തീരുമാനങ്ങളിലും ദൈവത്തിന്റെ ഹിതം അന്വേഷിക്കണം. യിരെമ്യാവ് 17:7 നാം വായിക്കുന്നു, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. അതേപോലെ പൗലോസിന്റെ ജീവിതം നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിലിപ്പിയർ 3:3 പൗലോസ് സഭയെ പ്രബോധിപ്പിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ദൈവത്തിന്റെ ആത്മാവിനെ ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കാനും. ഫിലിപ്പിയർ 3:5 പൗലോസിനെ കുറിച്ച് പറയുന്നത്, യഹൂദ നിയമപ്രകാരം പരിച്ഛേദന ഏറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷൻ, ന്യായപ്രമാണത്തിന്റെ നീതി സംബന്ധിച്ച അനിന്ദ്യൻ എന്നൊക്കെ. ഫിലിപ്പിയർ 3:11 ക്രിസ്തുവിനെ നേടുവാൻ വേണ്ടി പൗലോസ് എല്ലാം ശവറ എന്നെണ്ണി എന്ന് നമുക്ക് വായിക്കുവാൻ സാധിക്കും. പൗലോസിന്റെ ജീവിതത്തിലും ദൈവത്തിന് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ടായിരുന്നു. ദൈവത്തിന്റെ വിളിയെ പൗലോസ് തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് ഫിലിപ്പിയർ 3:14 കാണുന്ന പോലെ പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. പൗലോസിന്റെ ജീവിതത്തിൽ ക്രിസ്തുവിനെ മാതൃകയാക്കിയ പോലെ നമ്മുടെ ജീവിതത്തിലും മാതൃക എന്ന് പറയുന്നത് ക്രിസ്തു ആയിരിക്കണം. ഇന്നത്തെ യുവതലമുറ ഫോളോ ചെയ്യുന്നത് ഫിലിം സ്റ്റാർസ് അല്ലെങ്കിൽ സ്പോർട്സ് സ്റ്റാർസിനെ ആണ്. പക്ഷെ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ റോൾ മോഡൽ യേശു ക്രിസ്തു ആയിരിക്കണം. യേശു ക്രിസ്തുവിനെ ആയിരിക്കണം നാം ഫോളോ ചെയ്യേണ്ടത്. എബ്രായർ 12:2 നാം വായിക്കുന്നു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുവാൻ. അതിൽ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മുടെ ഉത്തമ മാതൃകയായ യേശുവിനെ അനുഭവിക്കുവാൻ ദൈവമക്കളായ നാം ഓരോരുത്തരും തയ്യാറാണ്. ഒരു വ്യക്തി ആത്മീയ അനുഭവത്തിലായിരിക്കണമെങ്കിൽ ഒരിക്കലും ജഡത്തിലും സമ്പത്തിലും ആശ്രയിക്കരുത്. ഡോണ്ട് ട്രസ്റ്റ് ഇൻ ഫ്ലെഷ് ആൻഡ് വെൽത്ത്. മറിച്ച് ക്രിസ്തുവിലായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെ ആശ്രയം. നമ്മൾ ഈ ലോകത്തിന്റെ പണം, പ്രതാപം, പദവി, ശ്രേഷ്ഠതകളെക്കാളും ഉപരിയായി കർത്താവിന് മുൻസ്ഥാനം കൊടുക്കണം. സങ്കീർത്തനം 32:8 നാം വായിക്കുന്നു, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. യുവജനങ്ങളായ നമുക്ക് പിതാവായ ദൈവത്തിന് വേണ്ടി മഹത്തായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. പക്ഷെ നമ്മൾ പലപ്പോഴും അത് തിരിച്ചറിയാറില്ല. ദൈവം നമുക്ക് ഓരോരുത്തർക്കും പലവിധമായ താലന്തുകൾ തന്നിട്ടുണ്ട്. അത് കണ്ടെത്തി ആ കഴിവുകൾ ദൈവനാമ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കണം. ഓരോ മണിക്കൂറും, ഓരോ ദിനങ്ങളും, ഓരോ വർഷങ്ങളും പെട്ടെന്ന് കടന്നു പോകും. അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് കാര്യം. സമയം ഒരിക്കലും നമുക്ക് വേണ്ടി നിൽക്കുകയില്ല. ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നോ വൺ. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ദൈവനാമത്തിനായി ഉപയോഗിക്കണം. മത്തായി 25:23 അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നാൽ ദൈവം നമ്മെ അധികത്തിന് വിചാരകനാക്കുമെന്ന് കാണുന്നു. ഒരു പാട്ടിന്റെ 2 വരികൾ പാടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ പാതകളെല്ലാം അറിയുന്നവൻ, എൻ ഭാവിയെല്ലാം ഒരുക്കുന്നവൻ, എന്നെ ഞാനാക്കി മാറ്റുവാൻ എല്ലാം ഒരുക്കുന്ന യേശുവാണെന്റെ ആത്മമിത്രം. എന്നെ ഞാനാക്കി മാറ്റുവാൻ എല്ലാം ഒരുക്കുന്ന യേശു
യേശു ക്രിസ്തു ആയിരിക്കണം നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്, നമ്മുടെ ആത്മമിത്രം. ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും പിന്മാറാതെ ദൈവവിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കണം. റോമർ 12:2 നാം പറഞ്ഞിരിക്കുന്ന പോലെ ഈ ലോകത്തിന് അനുരൂപരാകാതെ ദൈനംദിന ജീവിതത്തിൽ ദൈവത്തിനെ അനുസരിച്ച് മുന്നേറുവാൻ യുവജനങ്ങളായ നമ്മെ ഏവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അപ്പോസ്തല വിശ്വാസ പ്രമാണം നമുക്ക് ചേർന്ന് ചെല്ലാം. സർവശക്തിയായ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയിൽ പാലിക്കപ്പെട്ടു, ജനിച്ചു, പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം സർവ്വശക്തനിൽ നിന്ന് പിന്നെയും ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജനങ്ങളെയും മനുഷ്യരെയും ന്യായവിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുദ്ധാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥന. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് എഴുതാം. ഓരോ അപേക്ഷയുടെയും പിന്നാലെ ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പറയണം. ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകമാകെ COVID-19 വ്യാപനത്താൽ പ്രയാസപ്പെടുന്നു. അനേകം മരണപ്പെട്ടിരിക്കുന്നു. ഈ മഹാമാരി എത്രയും പെട്ടെന്ന് ശമിക്കുവാനും വളരെ വേഗത്തിൽ ഇതിന് മരുന്ന് കണ്ടെത്തുവാനും ഇടയാക്കുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തികളിൽ യുദ്ധസമാനമായ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു. അശാന്തിയുടെ ഇടങ്ങളാകാതെ സമാധാനം നിലനിൽക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മഹായിടവകയിലെ യുവജന പ്രസ്ഥാനത്തെയും അതിന്റെ പ്രവർത്തനങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന അഭിമന്യ BN ഫെൽത്തിനെയും ജനറൽ സെക്രട്ടറി റവറൻ ഷിനു ജോൺ ചാക്കോ, യുവജന പ്രവർത്തകൻ രഞ്ജു മാത്യു, യുവജന ബോർഡ് അംഗങ്ങൾ, ഏരിയ യൂണിറ്റ് തല ഭാരവാഹികൾ എന്നിവർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. പഠിക്കുന്ന എല്ലാ മക്കളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. സ്കൂളിലും കോളേജിലും അവർ നിലകൊള്ളുന്ന എല്ലാ മേഖലകളിലും അനുഗ്രഹിക്കപ്പെടേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ നിലകൊള്ളുന്ന സഭയുടെ വിവിധ ശുശ്രൂഷകളിൽ സന്തോഷത്തോടെ പങ്കുചേരുന്നതിനും ദൈവരാജ്യത്തിന്റെ വർദ്ധനവിനായി പ്രവർത്തിക്കേണ്ടതിനും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തെ എല്ലാ ഭരണാധികാരികൾക്കായും പട്ടാളക്കാർ, പോലീസ്, ആതുര ശുശ്രൂഷകർ, ആതുര സ്ഥാപനങ്ങൾ ഇവരൊക്കെ സത്യത്തിലും നീതിയിലും തങ്ങളുടെ ചുമതലകൾ നിർവഹിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നാം ശാന്തമായി ആരാധിക്കുന്ന സാഹചര്യത്തിൽ അതിന് സാധിക്കാത്ത ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടവരായി കഴിയുന്ന വ്യത്യസ്ത മതവിശ്വാസങ്ങളുണ്ട്. മതമൗലികവാദം, വർഗീയത, ഫാസിസം എന്നിവ കൊടികുത്തി വാഴുന്ന രാജ്യങ്ങൾക്കായി അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാൻ പരിശുദ്ധമായ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ വിശുദ്ധ ദിവസത്തിനായിട്ട് ദൈവമേ നന്ദി പറഞ്ഞു, ദൈവമേ സ്തുതിക്കുന്നു. ദൈവമേ ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവമേ യുവജനങ്ങളായിട്ട് ആരാധന എടുക്കാൻ ലഭിച്ച സഭയ്ക്കായിട്ട് ദൈവമേ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ സ്തുതിക്കുന്നു. ദൈവമേ ഇന്നിവിടെ വന്ന് ചേർന്നിട്ടുള്ള എല്ലാ മക്കൾക്കായിട്ട് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ വരാത്തവർക്കായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവമേ വരാത്തതിൻ്റെ കാരണമാണ് നിങ്ങൾ അറിയുന്നതിനും കർത്താവെ അടുത്ത ആഴ്ച എല്ലാവരെയും അവിടുന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ അവിടുന്ന് കൂട്ടിപ്പെടുത്തണമേ. ദൈവമേ പ്രത്യേകിച്ച് ദൈവത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദൈവമേ ഒരുപാട് മരണങ്ങൾക്കും ദൈവമേ കാരണക്കാരായിരിക്കുന്ന ദൈവമേ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ കർത്താവെ. പ്രത്യേകിച്ച് ഇപ്പം കൊറോണ കാരണം കുറേ പേര് ദൈവമേ മരിച്ചുകൊണ്ടിരിക്കുന്നുവല്ലോ. ദൈവമേ ആ മരിച്ചവരുടെ കുടുംബങ്ങൾക്കൊക്കെ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവമേ അവിടുന്ന് അവർക്ക് താങ്ങാൻ തന്നതായി ദൈവമേ കൂടി ഉണ്ടായിരിക്കണമേ. ദൈവമേ യേശുപ്പ ബൈബിളിലെ ദൈവമേ കഷ്ടങ്ങളിൽ തുണയിട്ടിരിക്കുന്ന യേശുവെ നീയാണ് അവരുടെ കൂടെ എപ്പോഴും ഉണ്ടാകുവാൻ. ദൈവമേ പ്രത്യേകിച്ച് മറ്റു കാരണങ്ങളാൽ ഒരുപാട് പേര് മരിച്ചു പോകുന്നുണ്ടല്ലോ. അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ കോവിഡ് രോഗികളെ ശുശ്രൂഷിക്കുന്ന ഡോക്ടേഴ്സിനും നഴ്സുമാർക്കും അങ്ങനെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു.
ദൈവമേ അവിടുന്ന് ഓരോരുത്തരും അവിടുന്ന് സഹായിക്കണമേ ദൈവമേ. ദൈവമേ യുദ്ധക്കെടുതികളൊന്നും നടക്കാതിരിക്കാൻ അവിടുന്ന് ദൈവമേ അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം അവിടുന്ന് മാറ്റി കൊടുക്കണമേ ദൈവമേ. ദൈവമേ ശത്രു രാജ്യത്ത് നിന്ന് വരുന്ന ദൈവമേ ഓരോ ഭീഷണികളൊന്നും ദൈവമേ ഞങ്ങളെ അലട്ടുവാതിരിക്കാൻ ദൈവമേ അവിടുന്ന് സഹായിക്കണമേ ദൈവമേ. ദൈവമേ മറ്റു രാജ്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ. അവിടെ ഒരുപാട് രോഗികൾ ദൈവമേ മരിച്ചുകൊണ്ടിരിക്കുന്നവരോ ദൈവമേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ. ദൈവം ഒരുപാട് മലയാളികൾ ദൈവമേ മറ്റു രാജ്യങ്ങളിലൊക്കെ ആയിട്ട് പ്രാർത്ഥിക്കുന്നവരോ ദൈവമേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ. ദൈവമേ പ്രത്യേകിച്ച് ഇന്നലെ നടന്ന ട്രെയിൻ ആക്സിഡൻറ്റിൽ ദൈവമേ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ. ദൈവമേ പഴുകിയ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കുന്നവർക്കൊക്കെ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദൈവമേ. അവർക്ക് അവിടുന്ന് പൂർണ്ണമായ സൗഖ്യം അവിടുന്ന് കൊടുക്കണമേ ദൈവമേ. ദൈവമേ അവരെ കൂടെ നിന്ന് സഹായിച്ച ദൈവമേ നിസ്വാർത്ഥമായി സഹായിച്ച അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ. അവരെല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണമേ ദൈവമേ. ദൈവമേ അവരെയൊക്കെ ശുശ്രൂഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ. ദൈവമേ 2 പൈലറ്റുമാർ മരിച്ചുപോയി എന്നൊക്കെ അറിഞ്ഞിരിക്കുന്നവരെ ദൈവമേ അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദൈവമേ. അവിടുന്ന് അവരെ അനുഗ്രഹിക്കണമേ ദൈവമേ. ദൈവമേ പ്രത്യേകിച്ച് മറ്റ് പ്രശ്നങ്ങളൊന്നും നിലനിൽക്കുന്നത് ദൈവമേ. ദൈവമേ ഈ സമയത്ത് കുറേ കുഞ്ഞുകുട്ടികളൊക്കെ ദൈവമേ ആത്മഹത്യയൊക്കെ ചെയ്യുന്നുണ്ട് ദൈവമേ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ. ദൈവമേ അത്രയും കുഞ്ഞുകുട്ടികളൊക്കെ ദൈവമേ എന്തിനാണ് ആത്മഹത്യ ചെയ്തതെന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല കർത്താവെ. കർത്താവെ അവരുടെ കുടുംബങ്ങളിലൊക്കെ എന്ത് പ്രശ്നങ്ങൾ നിലനിന്നാലും ദൈവമേ അതൊക്കെ അവിടുന്ന് മാറ്റി കൊടുക്കണമേ ദൈവമേ. കുടുംബങ്ങളിലൊക്കെ പൂർണ്ണമായ സമാധാനം അവിടുന്ന് കൊടുക്കണമേ ദൈവമേ. ദൈവമേ കള്ളുകുടിയായ ഭർത്താക്കന്മാരുടെ വീടുകളുണ്ടാകുന്നല്ലോ ദൈവമേ. ദൈവമേ അങ്ങനെ മറ്റു പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ടാകുന്നല്ലോ ദൈവമേ. അവർക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ദൈവമേ പ്രത്യേകിച്ച് എല്ലാ യുവജനങ്ങൾക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഈ സമയത്ത് ദൈവമേ ഞങ്ങൾക്ക് വീട്ടിലിരിക്കുന്ന ദൈവമേ ഫോണിലും മറ്റ് സോഷ്യൽ മീഡിയയിലൊന്നും ഒരുപാട് സമയം ചിലവാക്കാതെ ദൈവമേ നിനക്കായിട്ട് ദൈവമേ നിന്റെ സന്നിധിയിൽ ഒരുപാട് സമയം ചിലവഴിക്കണം ദൈവമേ. അവിടെ നീ ഓരോ മക്കളെ അവിടെ സഹായിക്കണമേ ദൈവമേ. ദൈവമേ നീ ഞങ്ങൾക്ക് തന്ന താഴ്മകൾക്കൊക്കെ വേണ്ടി പ്രത്യേകം അത് നന്നായിട്ട് ഉപയോഗിക്കുവാൻ ദൈവമേ. അതിനെ വളർത്തുവാൻ ദൈവമേ അവിടെ നീ സഹായിക്കണമേ ദൈവമേ. അത് 100 മേടി വളരുവാൻ ദൈവമേ അവിടെ നീ സഹായിക്കണമേ ദൈവമേ. ദൈവമേ ഈ സമയത്ത് വഴിതെറ്റി പോകുന്ന ഒരുപാട് മക്കളുണ്ടാകുന്നുണ്ട് ദൈവമേ. അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദൈവമേ. ദൈവമേ അവർക്ക് വേണ്ടി സന്നിധിയിലേക്ക് കൂട്ടിയെടുത്തതിന് വിശപ്പം പ്രത്യേകിച്ച് ദൈവമേ പൈസയുടെ ബുദ്ധിമുട്ടുകൾ കാരണം കൊണ്ട് ഒരുപാട് കഷ്ടപ്പാട് അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ടാകുന്നുണ്ട് ദൈവമേ. അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദൈവമേ. ദൈവമേ ഞങ്ങളുടെ കണ്ണുകൾ ദൈവമേ എല്ലാ കഷ്ടപ്പാടുകളിലും കാണുന്നില്ലെങ്കിലും ദൈവമേ യേശുപ്പം നീ അവിടെ നിന്നെല്ലാം കാണുമല്ലോ. അവിടെ നീ പൂർണ്ണമായ സഹായം അവിടെ നിന്ന് കൊടുക്കണമേ ദൈവമേ. പൂർണ്ണമായിട്ടുള്ള ദൈവമേ വഴികളെല്ലാം അവർക്ക് തുറന്നു കൊടുക്കണമേ ദൈവമേ. ദൈവമേ ഈ സമയത്ത് തന്നെ പലവിധ രോഗങ്ങളാൽ മരിച്ചു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യേകിച്ച് ക്യാൻസർ ദൈവമേ അങ്ങനത്തെ അസുഖങ്ങളാൽ ദൈവമേ ശുശ്രൂഷ ഇല്ലാതെ ഇരിക്കുന്ന ആൾക്കാരുണ്ടാകുന്നത് ദൈവമേ. അവർക്കൊക്കെ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഡയാലിസിന് രോഗികൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ. അവരുടെ ചികിത്സയെല്ലാം കറക്റ്റ് സമയത്ത് തന്നെ നടക്കുവാൻ ദൈവമേ അവിടെ നീ സഹായിക്കണമേ കർത്താവെ. ദൈവമേ ഈ സമയത്ത് തന്നെ ദൈവമേ ഒരുപാട് ആക്സിഡൻറ്റ് കാരണം കൊണ്ട് ഒരുപാട് പേര് മരിച്ചു പോകുന്നല്ലോ ദൈവമേ. ദൈവമേ ഈ സമയത്ത് ഞങ്ങൾ ഇച്ചിരി കൂടെ ദൈവമേ ബോധപൂർവ്വം തന്നെ ഓരോ കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ ദൈവമേ അവിടെ നീ സഹായിക്കണമേ ദൈവമേ. ദൈവമേ പ്രത്യേകിച്ച് ഈ അഴിമതികളൊക്കെ നിലനിൽക്കുന്ന ഒരു ലോകത്താണല്ലോ ദൈവമേ ഞങ്ങൾ ജീവിക്കുന്നത് ദൈവമേ. എല്ലാ പ്രശ്നങ്ങളും ദൈവമേ എല്ലാ അഴിമതികളും എല്ലാ പിശാചിൻ്റെ എല്ലാ തന്ത്രങ്ങളും ദൈവമേ നീ അവിടുന്ന് തകർക്കുവാൻ ദൈവമേ അവിടുന്ന് നീ സഹായിക്കണമേ ദൈവമേ. ദൈവമേ ഓരോ കൂടി പറഞ്ഞ കാര്യങ്ങളിൽ നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്ന ദൈവമേ എല്ലാ മനുഷ്യരെയും നമുക്ക് കൃപയുടെ കേൾക്കണമേ. പൊതുവിലുള്ള സ്തോത്രം നമുക്ക് ചേർന്ന് ചെല്ലാം. ദൈവമേ ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ ചുറ്റുപാടുകളുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും സമകാലീനതയുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ ദുഃഖത്തിലേക്ക് പോകാതിരിക്കാൻ സഹായിക്കണമേ. ഞങ്ങളുടെ ലഭിച്ചിരിക്കുന്ന സഭ, സമൂഹം, ഭരണാധികാരികൾ, കുടുംബം, നല്ല പ്രകൃതി എന്നിവയെ അംഗീകരിച്ചിരുന്നു. അങ്ങയുടെ ആത്മഹത്യയിൽ മനസ്സിലാക്കി അന്യം പങ്കിടാനും അനേകരെ ഇതിലേക്ക് ആകർഷിക്കുവാനും സഹായിക്കണമേ. എല്ലാവർക്കും ബഹുമാനവും വന്ദനവും അങ്ങേക്ക് കരയുന്നു. ആമേൻ. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സർവ്വസ്നായ പിതാവേ, നിന്റെ നാമം പൂജിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ സ്വസ്ഥതയോടുകൂടിയാകണമേ. ഞങ്ങൾക്ക് ആവശ്യമാഹാരം തരണമേ. ഞങ്ങളുടെ പാപങ്ങൾ വിശ്വസിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങളെ രക്ഷകർത്താവ് ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ആശീർവാദം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു
ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും ഈ സമകാലീന ലോകത്തിൽ ആത്മീയതയിൽ മുന്നോട്ട് പോകുവാൻ എല്ലാ യുവതി യുവാക്കളുടെ മേലും ഇരിക്കുമാറാകട്ടെ. യുവജന സഖ്യാരാധനയും ഇത്രത്തോളം അനുഗ്രഹമായി നടത്തുവാൻ പ്രിയമക്കളെ ദൈവം സഹായിച്ചു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ആരാധനയുടെ ഓരോ ഭാഗങ്ങളും എടുത്താൽ പ്രിയപ്പെട്ട ഓരോ മക്കളെയും പ്രത്യേകിച്ച് നന്ദി ഇടവകളുടെ മേൽ അറിയിക്കുന്നു. വചന ശുശ്രൂഷ അനുഗ്രഹകരമായ വചന ശുശ്രൂഷ നൽകിയ മകളെയും പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം ആരാധനയുടെ ഒടുവിലായി ജ്ഞാനകീർത്തനം 270 നമുക്ക് ചേർന്ന് പാടാം. ജ്ഞാനകീർത്തനം 270.